everyone. ഞാൻ സലിമ. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രപ്പോസ് ഫാക്കൽറ്റിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഏതൊരു ഡിസിപ്ലിൻ എടുത്തു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്ട്സ് ആയിക്കോട്ടെ, മെഡിക്കൽ റിലേറ്റഡ് സബ്ജക്ട്സ് ആയിക്കോട്ടെ, ബോത്ത് ആർട്സ് ആൻഡ് സയൻസ് ഏത് സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പേപ്പർ കാണാൻ കഴിയും. സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നത്തെ മോഡേൺ വേൾഡിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആണ്. ഇൻഡിവിജ്വൽസ് ലൈക്ക് പൊളിറ്റീഷ്യൻസ്, എക്കണോമിക്സ്, ബിസിനസ്മാൻ, ഓർഗനൈസേഷൻ ലൈക്ക് ബാങ്ക്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ റിലേറ്റഡ് ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, ഇവിടെ എല്ലാം ഇൻഡയറക്റ്റ് ആയോ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. Statistics is the study of numerical facts, that is, collecting, analyzing, organizing the data into decisions. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഡിസിഷൻസ് ആക്കി മാറ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ചെയ്യുന്നത്. ദെൻ ആക്ച്വറിയൽ സയൻസ്, ഇൻഡസ്ട്രിയൽ സയൻസ്, ഡെമോഗ്രഫി, എക്കണോമെട്രിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. അതുപോലെ ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള കരിയർ ചോയ്സ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വേൾഡിലെ ഏറ്റവും ഒരു മികച്ച കരിയർ ഓപ്ഷൻ ആണ് ഡാറ്റ അനാലിസിസ്, ഡാറ്റ അനലിസ്റ്റ് എന്നുള്ള ഒരു ജോബ്. ഓക്കെ, ഇവിടെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി NTA കണ്ടക്ട് ചെയ്യുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ സിലബസ് ആണ് നോക്കുന്നത്. CUET കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സിലബസ്. സോ അതിനു മുമ്പ് നമുക്ക് എങ്ങനെയാണ് എക്സാം എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻസ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക വിത്ത് പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ 25 ക്വസ്റ്റ്യൻസ്, പാർട്ട് B 75 ക്വസ്റ്റ്യൻസ്. പാർട്ട് A ജനറൽ അവയർനെസ്, ലാംഗ്വേജ് എബിലിറ്റി, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്സ്, അനലിറ്റിക്കൽ സ്കിൽസ്, അങ്ങനെയുള്ള ജനറൽ ടോപ്പിക്സ് ആണ് പാർട്ട് എയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പാർട്ട് B ആണ് നമ്മുടെ മെയിൻ സബ്ജക്ട്സ് ആയ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മുടെ ഡൊമൈൻ സബ്ജക്ട്സ് ആയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പാർട്ട് B യിൽ. ഇത് 75 മാർക്സ് ആണ്. ദെൻ എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ 2 hours എക്സാം ആണ്. അവിടെ നമ്മൾ വിത്ത് കറക്റ്റ് ആൻസേഴ്സിന് നമുക്ക് 4 മാർക്സും റോങ് ആൻസറിന് -1 മാർക്സ് ഡിഡക്റ്റ് ആവും. അപ്പൊ നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഇവിടെ നമ്മൾ CUETയുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്സും ഒന്ന് ക്വിക്കായിട്ട് ഓവർവ്യൂ ചെയ്ത് പോവാം. ടോട്ടൽ 12 ടോപ്പിക്സ് ആണ് വരുന്നത്, 12 മെയിൻ ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, കമ്പാരിസൺ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, മെയിൻ ആയിട്ട് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസിന് മെയിൻ ആയിട്ട് നമ്മൾ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അത് റിലേറ്റഡ് വരുന്ന കുറച്ച് തിയറംസ്, ദെൻ മാക്സിമം ആൻഡ് മിനിമം ഫങ്ഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് വരുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ്. ഇന്റഗ്രൽ കാൽക്കുലസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഒക്കെയാണ് വരുന്നത്. ദെൻ മെട്രിസസ്. മെട്രിസസിൽ മെയിൻ ആയിട്ട് റാങ്ക്, ഇൻവേഴ്സ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ലൈക്ക് സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എക്സെട്ര ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞ ഈ മെയിൻ 5 ടോപ്പിക്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇന്റഗ്രൽ കാൽക്കുലസ്, മെട്രിസസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഈ മെയിൻ 5 ടോപ്പിക്സ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അതായത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടും ആവശ്യമാണ്. സോ ഈ 5 ടോപ്പിക്സ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഇനി പറയുന്ന നെക്സ്റ്റ് 7 ടോപ്പിക്സ് ആണ് പ്യൂർ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ലൈക്ക് മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻസ് ലൈക്ക് വേരിയൻസ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പ്രോബബിലിറ്റിന്റെ ബേസിക് ഡെഫിനിഷൻസ്, പ്രോപ്പർട്ടീസ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറംസ് ഒക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റാൻഡം വേരിയബിൾസ്. ഇവിടെ എന്താണ് ഒരു റാൻഡം വേരിയബിൾ?
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ്, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അതുപോലെ എക്സ്പെക്ടേഷൻസ്, മൊമെന്റ്സ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എല്ലാം റാൻഡം വേരിയബിൾസ് എല്ലാം മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ബോത്ത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രീറ്റിൽ വരുന്ന ബൈനോമിയൽ, നെഗറ്റീവ് ബൈനോമിയൽ, ജോമെട്രിക്, പോയിസോൺ അങ്ങനെ വരുന്നത്. കണ്ടിന്യൂസിൽ വരുന്ന നോർമൽ, ഗാമ, ബീറ്റ, എക്സ്പോണൻഷ്യൽ ഉണ്ട്. പിന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആയ കൈ സ്ക്വയർ, ടി, എഫും സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻസ്. ഇവിടെ നമ്മൾ ജോയിന്റ് ആൻഡ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ റിഗ്രഷൻ, കോയിഫിഷ്യന്റ്, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, സെൻട്രൽ ലിമിറ്റ് തിയറം ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് എസ്റ്റിമേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വേറെ തന്നെ ഒരു സെക്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് എസ്റ്റിമേഷൻ, ടെസ്റ്റിംഗ്. അവിടെ ഫസ്റ്റ് വരുന്ന എസ്റ്റിമേഷൻ. ഇവിടെ നമ്മൾ എന്താണ് ഒരു എസ്റ്റിമേറ്റർ, എങ്ങനെയായിരിക്കണം ഒരു എസ്റ്റിമേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെ എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റർ എന്താണ്, ഒരു ഗുഡ് എസ്റ്റിമേറ്റേഴ്സിന് ഉണ്ടായിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആയ അൺബയാസ്നെസ്, സഫിഷ്യൻസി, എഫിഷ്യൻസി, കൺസിസ്റ്റൻസി ഡിസ്കസ് ചെയ്യും. ദെൻ എങ്ങനെ അത് കണ്ടുപിടിക്കാം, മെത്തേഡ് ഓഫ് മൊമെന്റ്സ്, MLE, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ മെത്തേഡ്സ്, പിന്നെ അത് റിലേറ്റഡ് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് തിയറംസ് ഒക്കെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്നുള്ള മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഞാൻ പറഞ്ഞ സെക്കൻഡ് മെയിൻ ടോപ്പിക്കാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇൻഫറൻസിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത എസ്റ്റിമേറ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് കൺസെപ്റ്റ്സ്, അതുപോലെ നെയ്മാൻ പിയേഴ്സൺ ലെമ്മ, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ലെമ്മയാണ് നെയ്മാൻ പിയേഴ്സൺ. പിന്നെ അതുപോലെ ഇവിടെ അത് റിലേറ്റഡ് വരുന്ന കുറച്ച് ടെസ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് സാമ്പിളിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്. ഈ ടോപ്പിക്, ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്ലൈഡ് ലെവൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അപ്ലൈഡ് ലെവലിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ സാമ്പിളിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, ദാറ്റ് ഈസ് സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ RBD, CRD, LSD തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ്, എന്താണ് ഡിസൈൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ്, ദെൻ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ, ഒരു അപ്ലൈഡ് ലെവലുള്ള റിയൽ ലൈഫ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് വരുന്നത്. ഓക്കെ, ഇത്രയും 12 മൊഡ്യൂൾസ്, 12 മെയിൻ ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. 5 ചാപ്റ്റേഴ്സ് ഫ്രം മാത്തമാറ്റിക്സ് ആൻഡ് 7 ചാപ്റ്റേഴ്സ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ നമ്മൾ ഓരോ സെക്ഷൻസും ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. കാരണം ആ മോഡലിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ സെക്ഷൻസ് കഴിയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത്, എങ്ങനെ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഓരോ പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ബൈ പ്രാക്ടീസ് തന്നെ നമുക്ക് ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അപ്പൊ പ്ലസോ മൈനസോ അതുപോട്ടെ ഇക്വേഷൻസ് എവിടെയെങ്കിലുമൊക്കെ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് വേണം ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ നമുക്കൊരു പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് ഒരു ട്രാപ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടാവും, പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു ട്രാപ്പ് ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ബൈ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ. ബൈ പ്രാക്ടീസ് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനൊക്കെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ മാക്സിമം ഈ ഏരിയയിൽ വരുന്ന എല്ലാ അവൈലബിൾ റിസോഴ്സസും നമ്മൾ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ നമ്മുടെ പ്രോബ്ലം പേപ്പറാണ്. അതുകൊണ്ട് നമ്മൾ തിയറി നന്നായിട്ട് പഠിച്ച് എങ്ങനെയാണ് പ്രോബ്ലം വരിക, അത് എന്ത് പ്രോബ്ലം ആണ്, അതൊക്കെ നമ്മൾ ബൈ പ്രാക്ടീസോടെ കൂടെ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഭയങ്കര കെയർഫുൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ദെൻ നമ്മൾ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും
മോക്ക് ടെസ്റ്റ്സ്. ഞാൻ പറഞ്ഞ ഓരോ ടോപ്പിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ്, ടോപ്പിക് ടെസ്റ്റ്, വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ എല്ലാ നോട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ ഓരോ സെക്ഷൻസ് കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റും മോക്ക് ടെസ്റ്റ് നടത്താം, ടോപ്പിക് ടെസ്റ്റ് നടത്താം. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എക്സാം കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും. കാരണം നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസ്, എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത്, കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആ ടൈമിന്റെ ഉള്ളിൽ, ടൈം മാനേജ്മെന്റ്, അതൊരു ടൈമിന്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള സിലബസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.